ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഒരു ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാത്ത കുട്ടികൾക്ക് 2005 ഐവിയോറ ഒരു ഇറ്റാലിയൻ ബേസ്ഡ് കമ്പനിയാണ്. ഈ ഒരു കമ്പനിയിലെ ഒരു 3 സയന്റിസ്റ്റും കുറച്ച് കുട്ടികളായിട്ട് ജോയിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു ബോർഡാണ് അഡിനോ എന്ന് പറയുന്ന ബോർഡ്. ആക്ച്വലി അവർ ആദ്യം ഒരു വയറിംഗ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു. PCB ബോർഡിനകത്ത് ഒരു വയറിംഗ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് അതായത് അഡ്മെഗ 328ന്റെ മൈക്രോ കൺട്രോളർ ഫിക്സ് ചെയ്തു. അപ്പോൾ അതങ്ങനെ മോഡിഫൈ ചെയ്തെടുത്തിട്ടാണ് അഡിനോ യൂനോ എന്ന് പറയുന്ന ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്തത്. യൂനോ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയനിൽ 1 എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ബോർഡാണ്. അതിനുശേഷം അഡിനോ മെഗാ, അഡിനോ നാനോ, അഡിനോ ലിയോപാഡ്, അങ്ങനെ ഒത്തിരി അഡിനോ ബേസ്ഡ് ബോർഡുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. ഇത് വളരെ ഈസിയാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ. അപ്പോൾ ഇറ്റ്സ് എ മൈക്രോ കൺട്രോൾ. അപ്പോൾ ഈ അഡിനോ യൂനോ എന്ന് പറയുന്നത് ഒരു മൈക്രോ കൺട്രോളറാണ്. നമുക്ക് ഇലക്ട്രോണിക്സ് പ്രോജക്ട്സ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനൊരു പ്ലാറ്റ്ഫോമും കൂടെ ഉണ്ട്. അഡിനോ IDE എന്നാ പറയുന്നത്, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്താണ് നമ്മുടെ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കോമ്പിനേഷൻ വരുന്ന ഒരു പ്രോഗ്രാമിംഗ് മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊരു ഡിഗ്രി ലെവലിലൊക്കെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, അഡിനോ IDEയിൽ ഒത്തിരി റെഡിമെയ്ഡ് ആയിട്ടുള്ള എക്സാമ്പിൾ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് വളരെ കുഞ്ഞിലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അഡിനോ IDEയിൽ പ്രോജക്ട്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബേസിക് പ്രോജക്ട്സ് ആയ LED ബ്ലിങ്ക് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ പ്രോജക്റ്റിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അഡിനോ യൂനോയുടെ പിൻ ഔട്ടുകളെ കുറിച്ചാണ്. സോ നമുക്ക് അഡിനോ യൂനോയുടെ ഓരോ പാർട്സുകളായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം ഈ കാണുന്നതാണ് നമ്മുടെ ബാരൽ ജാക്ക് അല്ലെങ്കിൽ DC പവർ ജാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ജാക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അഡിനോയെ പവർ ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ഞാനൊരു 9 വോൾട്ട് ബാറ്ററി വിത്ത് DC ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് പവർ ചെയ്യാണ്. അപ്പോൾ ഇത് ഓൺ ആകുമ്പോൾ തന്നെ ഇതാണ് നമ്മുടെ പവർ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഈ അഡിനോയിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ്ട് ഇവിടെ ആയിരിക്കും അവൻ്റെ പവർ എന്ന് പറയുന്നത്. പവർ ഓൺ ആകുമ്പോൾ കത്തുന്ന ഒരു ഇൻഡിക്കേഷൻ LED ഉണ്ട്, പവർ LED ആണത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു രീതിക്ക് നമുക്കിതിനെ പവർ ചെയ്യാം. ആക്ച്വലി അഡിനോ യൂനോയിൽ പവർ ചെയ്യേണ്ടത് 5 വോൾട്ട് മുതൽ 20 വോൾട്ട് വരെ നമുക്ക് പവർ ചെയ്യാം. ഏറ്റവും സേഫായിട്ട് പവർ ചെയ്യേണ്ടത് ഒരു 7 വോൾട്ട് ടു 12 വോൾട്ട് ആണ്. 12 വോൾട്ടിന് എബോവ് ആവുകയാണെങ്കിൽ ഓവർ ഹീറ്റ് ചെയ്യാനും ഇതിന് കംപ്ലൈൻറ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ മാനുഫാക്ചർ ചെയ്തവർ നമുക്കൊരു സേഫായിട്ടുള്ളൊരു പവർ സപ്ലൈ എന്ന് പറയുന്നത് 7 വോൾട്ട് ടു 12 വോൾട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് 7 വോൾട്ടിന് താഴെയാണ് പവർ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല, നമുക്ക് ഉദ്ദേശിച്ച ഔട്ട്പുട്ട് അല്ലെങ്കിൽ അഡിനോ പവർ കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് എപ്പോഴും ചെയ്യുമ്പോൾ 9 വോൾട്ട് എന്ന് പറയുന്നത് ഒരു ആപ്റ്റായ ഒരു പവർ സപ്ലൈ ആണ്. അപ്പോൾ അത് നമുക്കൊരു 7 വോൾട്ടിനും 12 വോൾട്ടിനും ഇടയ്ക്ക് വരുന്നതാണ്. പിന്നീട് നമുക്ക് പവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ USB കേബിൾ വഴിയാണ്. അപ്പോൾ USB കേബിളിൻ്റെ എഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ലാപ്ടോപ്പിൻ്റെ USB പോർട്ടിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു USB ജാക്കിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു പോർഷൻ വരുന്ന രീതിയിൽ വേണം നമ്മളിവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ. ഈ ജാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഒരു 5 വോൾട്ട് ഒരു 500 മില്ലി ആംപിയർ പവർ സപ്ലൈ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യും. അതിനനുസരിച്ച് അതിലൊരു പ്രൊട്ടക്ഷൻ ഡയോഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് കറക്റ്റ് വോൾട്ടേജ് സ്വിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് അപ്പോൾ ഈ 2 രീതിയായി. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു Vin വഴിയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പിൻ ഇവിടെ Vin എന്നൊരു പിന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെയും ഈ ഒരു അഡിനോയിൽ നല്ല വ്യക്തമായിട്ട് കാണാനുണ്ട് Vin എന്നൊരു പിന്നുണ്ട്. ഈ Vin എന്ന് പറയുന്ന പിന്നിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സ്, അത് നമ്മൾ സേഫായിട്ട് ഒരു 7 വോൾട്ട് ടു 12 വോൾട്ട് സപ്ലൈ തന്നെ അവിടെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ടും നമുക്ക് ഇതിനോട്ട് പവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഈ പവർ പിന്നുകളാണ്. പവർ പിന്ന് വരുന്നത് നമ്മൾ Vin ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഗ്രൗണ്ട്, ദെൻ 5 വോൾട്ട്, 3.3 വോൾട്ട്. 3.3 വോൾട്ടും 5 വോൾട്ടും എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് നമുക്ക് എക്സ്റ്റേണൽ കമ്പോണൻസിന് പ്രൊവൈഡ് ചെയ്യാനാണ്. ഇപ്പോൾ ചില കമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിന് 5 വോൾട്ട് മാത്രമേ അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചിലതിന് 3.3 വോൾട്ട്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം ആ സപ്ലൈ കൊടുക്കാവുന്നതാണ്. ഇതിൽ നിന്നും എക്സ്റ്റേണൽ കമ്പോണൻസിലേക്ക് പവർ സപ്ലൈ കൊടുക്കാനാണ് ഈ ഒരു 5 വോൾട്ടും ഈ 3.3 വോൾട്ടും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് റീസെറ്റ്.
റീസെറ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ മൈക്രോ കൺട്രോളറിനകത്തുള്ള പ്രോഗ്രാമിനെ ഒന്നുകൂടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഈ റീസെറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് എന്താണ് ഈ ഒരു റീസെറ്റ് ബട്ടൺ. ഈ റീസെറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഒന്നുകൂടെ എക്സിക്യൂട്ട് ആവുക ചെയ്യണം. ആദ്യത്തെ ലൈൻ തൊട്ട് ഒന്നുകൂടെ എക്സിക്യൂട്ട് ആവുകയാണ്. നമുക്കൊരു റീഫ്രഷ് ചെയ്യുന്നത് പോലെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അനലോഗ് പിന്നുകളാണ്. അനലോഗ് പിൻ എന്ന് പറയുന്നത് A0 to A5 6 അനലോഗ് പിന്നുകളാണ് ഉള്ളത്. അതായത് നമുക്ക് ഈ വോയിസ് ഇൻപുട്ട് പോലുള്ള അനലോഗ് നേച്ചറിലുള്ള ഇൻപുട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു പിന്നുകൾ യൂസ് ചെയ്യാം. അപ്പോൾ അത് ADC യൂസ് ചെയ്ത് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ യൂസ് ചെയ്തിട്ട് അതിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് ഡിജിറ്റൽ പിൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ പിൻ എന്ന് പറയുമ്പോൾ 14 ഡിജിറ്റൽ പിന്നുകളുണ്ട്. 0 to 13 14 ഡിജിറ്റൽ പിന്നുകളുണ്ട്. അപ്പോൾ ഈ ഓരോ ഡിജിറ്റൽ പിന്നുകൾക്കും അതിൻ്റെതായ ഫങ്ഷൻസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ 13th പിൻ എന്ന് പറയുന്നത് നമുക്ക് LED വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ളതാണ്. ആ 13th പിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യണം, LED പോസിറ്റീവ് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ റെസിസ്റ്റർ കൂടെ അവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്തൊരു ബിൽറ്റ് ഇൻ റെസിസ്റ്റൻസ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് LED പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ 13th പിന്നിലും LED നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ടിലും കൂടെ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്തെങ്കിലും സെൻസറിൽ നിന്നുള്ള ഇൻഡിക്കേഷൻ, നമുക്ക് ലൈറ്റിൻ്റെ ഇൻഡിക്കേഷനായിട്ട് നമുക്കവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 0, 1 എന്ന് പറഞ്ഞിരിക്കുന്ന പിന്നുകൾ കണ്ടോ, അത് RX-ഉം TX എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ 2 പിന്നുകൾ യൂസ് ചെയ്യുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. അതായത് അഡിനോയും മറ്റേതെങ്കിലും സീരിയൽ ഡിവൈസസ്, അതായത് നമ്മുടെ മറ്റ് കമ്പ്യൂട്ടറുകളായിട്ടോ അല്ലെങ്കിൽ സെൻസേഴ്സ് ആയിട്ടോ ഡിസ്പ്ലേ ആയിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 പിന്നുകൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് 3, 5, 6, 9, 10, 11 എന്ന് പറയുന്ന പിന്നുകളാണ്. ഈ പിന്നുകൾക്ക് PWM കേപ്പബിലിറ്റീസ് ഉള്ളത്, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ കേപ്പബിലിറ്റീസ് ഉള്ള പിന്നുകളാണ്. പിന്നീട് കാണുന്നത് 10, 11, 12, 13 എന്ന് പറയുന്ന പിന്നുകൾക്ക് സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസിനുള്ള പിന്നുകളാണ്. അതായത് നമുക്ക് മറ്റ് ഡിവൈസുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ പിന്നുകൾക്ക് സാധിക്കും. അതായത് നമുക്ക് 2 മൈക്രോ കൺട്രോളർ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു മൈക്രോ കൺട്രോളറിനെ, ഒരു അഡിനോയെ നമ്മളെ മാസ്റ്ററായിട്ടും മറ്റേ അഡിനോയെ നമുക്ക് സ്ലേവ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് SCL ആൻഡ് SDA. SCL മീൻസ് സീരിയൽ ക്ലോക്ക്, SDA മീൻസ് സീരിയൽ ഡേറ്റ. അപ്പോൾ ഈ പിന്നുകൾ യൂസ് ചെയ്യുന്നത് നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. അതായത് SD എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും, SCL യൂസ് ചെയ്യുന്നത് സിങ്ക്രണൈസ് ദ ഡേറ്റ ട്രാൻസ്ഫർ, ആ ട്രാൻസ്മിറ്റ് ചെയ്ത ഡേറ്റയെ സിങ്ക്രണൈസ് ചെയ്യാൻ, ക്ലോക്ക് ആഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് LCD ഡിസ്പ്ലേ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. സോ ആർഡിനോ യൂനോയുടെ ഏകദേശം എല്ലാ പിന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ബോർഡിനകത്ത് IOREF എന്ന് പറയുന്ന ഒരു പിന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇൻപുട്ട് ഔട്ട്പുട്ട് റെഫറൻസ് ആണ്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കൊടുക്കുന്ന അവർക്കുള്ള റെഫറൻസ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പിന്നാണത്. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ആർഡിനോ യൂനോയുടെ പിൻ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ആർഡിനോ യൂനോയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയൊരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ, ഈ ഒരു ആർഡിനോ യൂനോ എന്ന് പറയുന്നത് ഇതിനകത്ത് ATmega 328ൻ്റെ മൈക്രോ കൺട്രോളർ ചിപ്പ് ഇരിപ്പുണ്ട്. ബട്ട് ഇതിനകത്താണെങ്കിൽ അത് മൗൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതൊരു കോമ്പാക്റ്റായ സർക്യൂട്ടാണ്. കമ്പയർ ടു ദിസ് ഇതത് ചീപ്പറാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഫങ്ഷണാലിറ്റി ഓൾമോസ്റ്റ് നമുക്ക് സെയിം ആണ്. ഇതിൽ ചെയ്യാവുന്ന എല്ലാം തന്നെയും ഇതിൽ ചെയ്യാവുന്നതാണ്. ബട്ട് വൺസ് ഇത് കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിൻ്റെ മൈക്രോ കൺട്രോളർ കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ നമുക്കിതിനെ ഊരി മാറ്റി ഇട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ആർഡിനോ യൂനോ ബോർഡിൻ്റെ ഗുണം എന്ന് പറയുന്നത്. സോ ആർഡിനോ യൂനോയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള വീഡിയോയ്ക്ക് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. Bye bye.